അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി പൂളോണ്ടാണ് കേട്ടോ. നമ്മളെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവരാണ് കേട്ടോ. ഇത് പൈസ കൊടുത്ത് വാങ്ങിയ പൂളല്ല, കണ്ടാൽ തന്നെ അറിയും. കണ്ടോ, പറമ്പിലുണ്ടായ പറമ്പും പൂളയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ പറമ്പൊക്കെ ഒഴിച്ചിട്ടാല് അവിടെ ഉണ്ടാവണം, അങ്ങനത്തെയാണ്. അപ്പൊ ഇത് നമുക്ക് ഇതിന്റെ കട്ടൊക്കെ കളഞ്ഞതിന്റെ ശേഷം പുഴുങ്ങിയെടുക്കേ ഉപ്പേരി വെക്കേ എന്താ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാട്ടോ. അപ്പൊ ഇത് കുറച്ച് സമയം എടുക്കും. ഇതിങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് വലിയ പുളിയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെത്തിനെടുക്കാം. ഇതാണെങ്കിൽ നോക്കി ഇതിന്റെ ഒരു വണ്ണൊക്കെ കണ്ടില്ലേ. അപ്പൊ കുറച്ച് അധികം സമയം എടുക്കണം. ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ കേട്ടോ. നമ്മള് പേരക്ക കൊറേ ദിവസം മൂക്കാൻ വെക്കാൻ പറ്റൂല കേട്ടോ. പെട്ടെന്ന് ജന്തുക്കള് കുത്തിയിട്ട് നാശമായി പോകും. കുറച്ച് നേരം കൊണ്ട് പൂളൊക്കെ നന്നാക്കി എടുത്തു കേട്ടോ. അപ്പൊ നമ്മളിത് ഇതിന്റെ കട്ട് കളയണം. അത് നമ്മൾ പുഴുങ്ങിയാണ് എടുക്കുന്നത്. അപ്പൊ പിന്നെ എന്തായാലും വെള്ളം അതൊന്ന് ഒഴിവാക്കി ഊറ്റിയെടുക്കല്ലേ. പുഴുങ്ങിയെടുത്തതിന് ശേഷം നമുക്ക് ഉപ്പേരി ആക്കണം. ഉപ്പേരിയൊക്കെ ഉടച്ചിട്ട് വറവിട്ടെടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ. പക്ഷെ ഇതിന്റെ വേവ് എങ്ങനെയാണെന്ന് അറിയില്ല. നല്ല വേവണുണ്ടെങ്കിൽ നമുക്ക് ഉപ്പേരിയാക്കി എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ചെറുതാക്കി കൊത്തി അരിഞ്ഞിട്ട് ഉപ്പേരിയൊക്കെ ഉടച്ച ഉപ്പേരിയാക്കാം. അപ്പൊ ഇതെന്താ ഇതിന്റെ വേവ് അറിഞ്ഞിട്ട് അതുപോലെ. അപ്പൊ എന്തായാലും ഞാൻ ഈ കുക്കറിൽ ഉപ്പിട്ട് കൊണ്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ. ചോറിന് സാമ്പാറുണ്ട്, പിന്നെ അതാ ഉണക്കത്തളയാണ് കേട്ടോ. അത് പൊരിച്ചെടുക്കുക. നല്ല ഉപ്പുണ്ടാവും, കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഉപ്പുണ്ടാവും ഇതിൽ. അപ്പോൾ പച്ചവെള്ളത്തിൽ ഇട്ട് കഴുകിയതിനേക്കാളും കഞ്ഞിവെള്ളത്തിലിട്ട് കഴുകി അതിൻ്റെ ഉപ്പൊക്കെ നല്ലോണം പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്ന് വെറുതെ പച്ചവെള്ളത്തേക്ക് ആക്കിയതാണ്. ഞാൻ കഞ്ഞിവെള്ളം എടുത്തിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കും. നല്ല ഫ്രഷ് ആണ് കഞ്ഞിവെള്ളത്തിൽ കഴുകിയാൽ കേട്ടോ. അപ്പോൾ നമ്മൾ പൂളേൻ്റെ കോമ്പിനേഷൻ പറയുന്നത് ഉള്ളിച്ചമ്മന്തിയാണ്. ചെറിയ ഉള്ളിയും അതേപോലെ കാന്താരി മുളക് കണ്ട അതും ഉപ്പും കൂടി കൂട്ടിയിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഈ ഇന്നലത്തെ നമ്മളെ വീഡിയോയിൽ ഈ അമ്മിയിൽ അരക്കണ കണ്ടിട്ട് ചോദിച്ചിരുന്നു, ഈ അമ്മി എവിടുന്നാണ് വാങ്ങിയത് ഇതിന് അത്രയെന്നൊക്കെ. അപ്പോൾ വേണ്ടവർക്ക് വാങ്ങാം. ഇതിന് 550 രൂപയുള്ളൂ കേട്ടോ. ടൈൽസുമേലൊക്കെ നല്ല ഫിറ്റായിട്ട് നിൽക്കുന്നൊരു അമ്മിയാണ്. നമുക്ക് ഒറ്റയ്ക്ക് തന്നെ കൊണ്ടു നടക്കാനും പറ്റും കേട്ടോ, എവിടെ വെക്കേണ്ടത് വെച്ചാൽ. അപ്പോൾ വേണ്ടവർക്ക് വാങ്ങാം, നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ചമ്മന്തിക്ക് ഇനി ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് കേട്ടോ. കുറച്ച് സാധാ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
നല്ല പോലെ ഒന്നും വെന്തിട്ടില്ലെങ്കിലും എന്നാലും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പൂള. ഒരു ചൊല്ലൊക്കെ പറയാണ്ട്, പറമ്പിലുണ്ടാവുന്ന പൂളക്ക് ഒരു ചൊല്ലൊക്കെ കേൾക്കാല്ലേ. കൊണ്ടുവന്ന അപ്പൊ തന്നെ അമ്മ പറഞ്ഞു കുറച്ച് നമുക്ക് പുഴുങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഉപ്പേരി ആക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ചിലതൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടല്ലോ. അത് നമുക്ക് ഇനി ഉപ്പേരിക്ക് എടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങള് ഒന്ന് തിന്ന് നോക്കാൻ പോകണം കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ പൂളയും ഉള്ളി ചമ്മന്തി ഇഷ്ടപ്പെടാത്ത ഒരു ചുരുക്കാവൂലേ. പണ്ടുള്ള ഒരു സംഭവമാണത്. പൂള കിട്ടിയ ഉള്ളി ചമ്മന്തി അടിപൊളി ഒരു കോമ്പിനേഷൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കണവരില്ലേ ഉണ്ടെങ്കിലൊക്കെ എല്ലാവരും കമന്റ് ഇടുന്നേട്ടാ. അടിപൊളി. ഉണക്കമീൻ മറച്ചിട്ട് വേവിക്കട്ടെ കേട്ടോ. പൂള അമ്മയ്ക്കൊക്കെ കൊണ്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പൊ ഒന്നിങ്ങനെ നാളെ കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ.